is equal to a square plus 2ab plus b square. Next, a minus b whole square. A minus b whole square is equal to a square. നന്ദൻ എഴുന്നേൽക്കൂ. നന്ദൻ എന്താ സ്വപ്നം കാണുകയാണോ? തനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. കണ്ടാൽ അറിയാം ആളൊരു പൈങ്കിളി തന്നെ. പൈങ്കിളി ഇവിടെ നിക്ക. എന്താ വരുന്നില്ല പൈങ്കിളി? ഏയ് പൈങ്കിളി, സ്കൂള് വിട്ടു വാ പൈങ്കിളി. എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്താ വിളിച്ചാല്? വിളിക്കണ്ടെന്ന് പറഞ്ഞ വിളിക്കണ്ട. ഞാൻ വിളിക്കും. പൈങ്കിളി പൈങ്കിളി പൈങ്കിളി. എടാ എണീക്കടാ, എടാ എണീക്കാൻ. എടാ ഉള്ള പണി കൂടി കളയാനുള്ള പുറപ്പെടാനോ അസത്തെ നീ? എടാ ഇനി നീ ആ ഇല്ലത്തേക്ക് പോയി നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. എടാ നീ കാരണം എന്റെ മോനെ കൂടി പട്ടിണി കിടത്തേണ്ടി വരും എനിക്ക്. കൊല്ലും നിന്നെ ഞാൻ, കൊല്ലും. അമ്മേ മതിയമ്മേ, അമ്മേ മതിയമ്മേ, അവനെ തല്ലല്ലേ അമ്മേ. നീ പറയുന്നോണ്ടാ ഞാനിവനെ വിടുന്നേ. സാരമില്ലടാ, ഇനി അമ്മ തല്ലില്ല കേട്ടോ. എന്താ എന്നോടും പിണക്കമാണോ? അമ്മയും ഭരതനൊക്കെ തല്ലിയില്ലേ? ഞാൻ കാരണല്ലേ? ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല നിന്നെ പൈങ്കിളിന്ന്. അങ്ങനെ വിളിച്ചാലും നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ, സത്യം. അപ്പോ പിണക്കം മാറിയോ? ഒരിക്കലും എനിക്ക് നിന്റെ അടുത്ത് വഴക്കിടാൻ സാധിക്കില്ല. സത്യം? സത്യം. ആ പെണ്ണിന്റെ ഒരു ഗതികേട് വരുന്നുണ്ട്. ചെറുക്ക ഒന്നവിടെ നിന്നേ, നിന്നോടൊന്ന് ചോദിക്കട്ടെ. എടാ അവിടെ നിക്കടാ. ഓ ചെറുക്കന് എന്താ ഭാവം? കാണാതിരിക്കോ? ഭരതന്റെ കൂടെ പൊറുക്കാൻ പോവല്ലേ അവന്റെ തള്ള. ആ അപ്പൊ തമ്പുരാന്റെ പവറായി. പല വട്ടമായി ഞാൻ ചോദിച്ചു. എന്ത് പറയുന്നു ഭാനുമതി? ധൃതി വേണ്ട, ആലോചിച്ചിട്ട് മതി. നമ്മൾ തമ്മിലൊരു രഹസ്യ വേളി, ആരും അറിയുന്നില്ല. നിനക്കാണെങ്കിൽ കെട്ടിയവനില്ല, എനിക്ക് കെട്ടിയവളുണ്ട്. അത് കാര്യമാക്കണ്ട, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഈ മൗനം സമ്മതമാണെന്ന് കരുതിക്കോളാം ഞാൻ. എനിക്കൊരു കാര്യം അറിയണം. എന്താ? അമ്മ ഭരതനെ കല്യാണം കഴിക്കാൻ പോവാണോ? എനിക്കറിയണം. ആണെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കില്ല. ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ ആരാ അതൊക്കെ ചോദിക്കാൻ? അസത്തെ അല്ലെങ്കിൽ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എപ്പോ നോക്കിയാലും ഓരോ കാര്യം ഓരോ ചോദിച്ചോണ്ടിരിക്കും. വേറെ പണിയൊന്നുമില്ലേ? പോയിട്ട് പഠിക്കണം. നാശം.
ഇത് മുംബൈ, അധോലോക മാഫിയ സംഘങ്ങളുടെ ഇഷ്ടതാവളം. ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള അധോലോക ഗുണ്ട മാഫിയ തീവ്രവാദി സംഘങ്ങൾ ഇവിടെ ഒത്തുചേരുന്നു. അവർക്കിടയിൽ ലക്ഷങ്ങൾ പന്തയം വെച്ച് ചോര ചീന്തി ഉല്ലാസം കണ്ടെത്തുന്ന മരണക്കളി, ഗോലി ഖേൽ. ഗോലി ഖേൽ എന്ന കപട ചൂതാട്ടത്തിലെ കാപട്യം മനസ്സിലാക്കാത്തവർ ഷാർപ്പ് ഷൂട്ടർ ഡാഷ് ഡെവിളിന്റെ തോക്കിനിരയാവും. ഇന്നോളം ഷാർപ്പ് ഷൂട്ടർ ഡാഷ് ഡെവിൾ അടങ്ങിയ ത്രിമൂർത്തികളെ തോൽപ്പിക്കാൻ ആർക്കുമായിട്ടില്ല. അതാണ് ഗോലി ഖേൽ. साला मर गया. हिम्मत वाला आके मेरा दोस्त को हराएगा, उसको मिलेगा ये 25 लाख. नहीं, उसको मिलेगा पूरा 35 लाख. आओ साला, पूरा 35 लाख है इस पेटी में. कोई हिम्मत वाला नहीं है क्या? और कोई नहीं. आओ आओ, जो जीतेगा उसको मिलेगा पूरा 35 लाख. और कोई नहीं है क्या खेलने को? आओ, कोई नहीं है क्या? Hey, कोई मर्द का बच्चे तो आके खेल. Hey mister, that's devil. 10 lakhs.
एक खेलने के लिए? मैं नहीं, फिर मेरा दोस्त। पहले माल निकाल। नंदन फ्रॉम केरला। अबे साले, एक खेल केरला वाला चौकन के लिए नहीं है, समझा? अबे हाथ में क्या है? ഓം കാളി. ഇത് ഭാഗ്യം, ദീർഘായുസ്. പിന്നെ ഞാനിപ്പോ മലയാളിയല്ല, ഗൗഡ, നന്ദൻ ഗൗഡ. अबे साले, तू तो गया। बच्चे, नॉर्थ इंडियन का लोग शेर गए, शेर। നോർത്ത് ഇന്ത്യൻ സിംഹങ്ങൾ. നിങ്ങളുടെ കാലനായ ഞാനൊരു മലയാളി. മലയാളികളെ നിങ്ങൾക്കറിയില്ല, പുലികളാണ്.
അയ്യോ, സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. സത്യം, ജീവനോട് തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായില്ല. ഗോലികേൽ മണ്ണാങ്കട്ട, നിങ്ങളല്ലേ ഈ ഗോലികേലിനെ വാഴ്ത്തി വീരവാദം മുഴക്കിയത്? മുംബൈ അധോലോക മാഫിയ സംഘത്തിന്റെ കവട ചൂതാട്ടം, ജാവേദ് ഛോട്ടാറാമിന്റെ ആൾക്കാർക്ക് പോലും തൊടാൻ പറ്റാത്ത ആ ഡെവിളിനെ അവന്റെ ലോകത്തേക്ക് ഈസിയായി വിസ കൊടുത്തയച്ചില്ലേ ഇവൻ? നോക്കടാ, പണി നടത്തി വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഖിലാഡിയോ കാ ഖിലാഡി, നന്ദൻ നിഷേധി.
ഇത് നന്ദൻ ഗൗഡയടങ്ങുന്ന 4 സംഘം. അധോലോക മാഫിയ സംഘങ്ങളെ തമ്മിലടിപ്പിച്ചും പോലീസിന് ഒറ്റുകൊടുത്തും ബുദ്ധി കൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന നന്ദൻ ഗൗഡയും കൂട്ടരും അനേക ലക്ഷങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി പൊരുതുന്ന ചങ്കൂറ്റത്തിന്റെ യുവരക്തങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പണക്കൊയ്ത്താണ് ഇന്നത്തേത്. ചൂടാറ് മുൻപേ അവരവരുടെ വീതമെടുക്കാം. ചെയ്യുന്ന ജോലിക്ക് അപ്പ കൂലി. പണത്തിന് മീതെ ഒന്നുമില്ല. പണം കൊടുത്ത് വാങ്ങണം എനിക്ക് എൻ്റെ അമ്മയെ. അവരെ എനിക്ക് വിലയ്ക്ക് വാങ്ങണം. ആ നശിച്ച സ്ത്രീ കാരണമാ ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അവരിപ്പോ ചത്തു കാണില്ല. എങ്ങനെ ചാവാനാ? പാപികളാരും അത്ര പെട്ടെന്ന് ചാവില്ലല്ലോ. അവരെന്നെ അല്പമെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. കോലോത്തെ ബാല്യക്കാരി കാര്യസ്ഥൻ ഭരതനോടൊപ്പായിരിക്കും ഇപ്പൊ പൊറുതി. ഭരതൻ അയാളുടെ എല്ലാ ക്രൂരതകൾക്കും അനിയൻ തമ്പുരാൻ ഒത്താശ ചെയ്തിരുന്നു. നാട്ടിലെ പ്രതാപശാലിയായ തമ്പുരാന് കാര്യസ്ഥ പണി ചെയ്യുന്ന ഭരതൻ കാര്യസ്ഥ പണി ഊട്ടി ഉറപ്പിക്കാനും അമ്മയെ വേളി കഴിക്കാനും ഭരതൻ എന്നെ തമ്പുരാന്റെ മുന്നിൽ കരുവാക്കി. ഭരതന്റെ വാക്കുകൾ വിശ്വസിച്ച് അറിഞ്ഞോ അറിയാതെയോ എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നു തമ്പുരാൻ. പക്ഷെ അനിയൻ തമ്പുരാന്റെ കൊച്ചുമകളായ ലക്ഷ്മി, അവളുടെ സ്നേഹം, അത് മാത്രമായിരുന്നു എൻ്റെ ഏക ആശ്വാസം. സ്നേഹമെന്ന വാക്കുച്ചരിക്കാൻ അർഹതയില്ലാത്ത ഒരേ ഒരാൾ അവരാണ്. സ്നേഹം, ആ വാക്ക് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഒരമ്മയ്ക്ക് മകനോട് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നുകിൽ അവരെന്നെ പിഴച്ചു പറ്റതായിരിക്കും, അല്ലെങ്കിൽ അവരെന്റെ രണ്ടാനമ്മയായിരിക്കും. അവരോടൊന്നല്ല, ആ നാടിനോട് തന്നെ എനിക്ക് വെറുപ്പാ. മച്ചു, വിവാദം സൃഷ്ടിച്ച ഗോലികല് ചൂതാട്ടം പാടെ തകർത്തന്റെ ക്രെഡിറ്റ് മുംബൈ പോലീസിനാണെന്ന്. ആഹാ, അപ്പൊ അവരുടെ തൊപ്പിൽ നമ്മുടെ വക ഒരു കൊന്തുവൽ കൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ പറ്റി ആർക്കും ഒരു സംശയമില്ല. കറക്റ്റ്. നമ്മൾ മുംബൈ വിടുന്നു.
എന്താ? എന്തു പറ്റി? ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഗ്രാമമെത്തി. ഇനി എനിക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല. നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഇത്രയും നാളും എന്നെ സേവിച്ചതിനുള്ള കൂലിയായി ആവശ്യത്തിനുള്ള പണം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ മടങ്ങാം. എങ്ങോട്ട്? അത് നിങ്ങളുടെ ഇഷ്ടം. എന്റേത് മാത്രമാണ് ഈ ഗ്രാമം. ഇവിടുത്തെ പ്രതികാരങ്ങളും ഇതിലെ സുഖവും ദുഃഖവുമെല്ലാം എന്റേത് മാത്രം. മറ്റാരും അതൊന്നും ഷെയർ ചെയ്യണ്ട. ശരിയായിരിക്കാം. പക്ഷെ നന്ദ, കാളയാർ തെരുവിൽ വെച്ച് നിന്നെ ഞാൻ ആദ്യമായി കാണുമ്പോൾ എന്റെ കൈവശമുണ്ടായിരുന്നത് വിശന്നു കരിഞ്ഞൊരു വയറ് മാത്രമായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരിക്കലും വിശപ്പെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നീ എന്നെ അറിയിച്ചിട്ടില്ല. എനിക്ക് ശേഷം സഹീർ, പിന്നീട് കിരൺ, ആരാരുമില്ലാതെ തെരുവിൽ ഒടുങ്ങേണ്ടവരായിരുന്നു നിങ്ങൾ. ഡെന്നീസ് പറഞ്ഞത് സത്യമല്ലേ? നീ ഞങ്ങളെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ചാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? ഞങ്ങൾ തിരിച്ചു പോവില്ല. സത്യം. എന്താ അങ്ങനെ? എന്നോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, പണത്തിന് വേണ്ടി, കൂലിക്ക് വേണ്ടി. എന്നാ എടുത്തോ. ഈ ഗ്രാമത്തിൽ എന്റെ കൂടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കുള്ള കൂലി അഡ്വാൻസായി. അതെപ്പോഴെടുത്തു കഴിഞ്ഞു മച്ചു? ഇറങ്ങ് നോക്കാം. പറ്റിയോ? എന്താ കിളവാ, രാവിലെ തന്നെ ചാവാൻ ഇറങ്ങിയിരിക്കുക? തന്റെ മുഖത്തെന്താ, കണ്ണില്ലേ? ചോദിച്ചു കേട്ടില്ലേ? തന്റെ മുഖത്ത് കണ്ണില്ലേന്ന്. ക്ഷമിക്കണം, മുത്തശ്ശന് കാഴ്ചയില്ല, അതുകൊണ്ടാ. വരും മുത്തശ്ശൻ. തുടക്കം തന്നെ പിഴച്ചു പോയല്ലോ. എന്റെ കണക്കൂട്ടലുകൾ എവിടേക്കോ പാളിയതുപോലെ. ഇല്ലത്തെ പ്രതാപശാലിയായ പഴയ തമ്പുരാനെയല്ല ഇയാൾ, ലക്ഷ്മിയും. ഞാൻ നാടുവിടുമ്പോ ഇയാൾ അന്ധനുമല്ലായിരുന്നു. ഡെന്നീസേ, ഈ ഗ്രാമത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ കണ്ടെത്തണം ഉടൻ. ശരി, കമോൺ. ഞങ്ങൾ അന്വേഷിച്ചു നന്ദന്റെ വീട്. അവിടെ ഇപ്പൊ പഴയ വീടില്ല, ഒരു കള്ള് ഷാപ്പാ. ഒരു ഭരതന്റെ ഓണർഷിപ്പ്. അമ്മയെക്കുറിച്ചും അന്വേഷിച്ചു. പക്ഷെ അവരിപ്പോ എവിടെയെന്ന് ഇവിടെ ഒരാൾക്കൊരു പിടിയില്ല. കൂടുതൽ അന്വേഷിക്കാനും നിന്നില്ല. ആർക്കും സംശയം തോന്നരുതല്ലോ. വേണ്ട, അവരെ വിട്ടേക്ക്. അമ്മയെ ദൈവം എൻ്റെ മുന്നിലെത്തിക്കും. ഇപ്പോൾ ദൈവം എൻ്റെ കൂടെ, പണവും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചില കൊച്ചു കൊച്ചു മോഹങ്ങൾ, ചിലർ കണക്ക് തീർക്കലുകൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ അതൊക്കെയാണ്. പിന്നൊരു കാര്യം, നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വാടക വീടൊക്കെ അറേഞ്ച് തന്ന ആളാ. നമുക്ക് എന്തുകൊണ്ട് ഉപകരിക്കും. ഇവിടുത്തെ ഒരു ലോക്കൽ രാഷ്ട്രീയക്കാരനാ, പേര് ചക്രപാണി. അതെ, ഞാനാണ് ചക്രപാണി. ചക്രം തരുന്ന ആർക്ക് വേണ്ടിയും ഞാൻ പണിയും. അതാണ് ഈ ചക്രപാണി. പ്രദേശ് പറയൂ. ചക്രപാണി അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും. എന്തായാലും അത് ബുദ്ധിമുട്ടാണ്. ഇത് ബുദ്ധിമുട്ടാവോ? അതെ, പണത്തിന് ബുദ്ധിമുട്ടാണെന്നാ ഞാൻ പറഞ്ഞത്. ആട്ടെ, എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഡൽഹിയിൽ സെറ്റിൽഡാ. ആയിക്കോട്ടെ. അവിടെ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ഒന്ന് പഠിക്കണം. കലാമണ്ഡലം ഇവിടെ അടുത്താണല്ലോ. അതെ, ഒരു 3 months. പിന്നെ പ്രത്യേകിച്ച് ഈ നാടിനെ കുറിച്ചും. ഇത്രേ ഉള്ളൂ. ഏറ്റു, ഈ ചക്രപാണി ഏറ്റു. അന്തനോ? എങ്കിലത് അനിയൻ തമ്പരാനാവൂ. മഹാപ്രാക്കുകളാട്ടോ. കഷ്ട അവരുടെ കാര്യം.
ആ പെൺകൊച്ച് തയ്യൽ പണി ചെയ്ത് കിട്ടുന്ന തുച്ഛം കാശ് കൊണ്ടാ അവരുടെ ജീവിതം. ഇതിനെല്ലാം ജീവിതം അല്ല കാരണം ആ ഭരതനാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതിന് കുറച്ച് പുറകോട്ട് പോണം. ഈ അനിയൻ തമ്പുരാന്റെ ചേട്ടൻ ശക്തൻ തമ്പുരാന്റെ കാര്യസ്ഥനായിരുന്നു. ഈ ഭരതന്റെ അച്ഛൻ ശക്തൻ തമ്പുരാൻ നല്ല ഒന്നാം തരം ചെറ്റായിരുന്നു. ഒരിക്കൽ പട്ടിണി മൂത്തപ്പോ ഭരതന്റെ അച്ഛൻ പത്തായപ്പുരയിലെ നെല്ല് മോഷ്ടിച്ചു വിറ്റു. അതറിഞ്ഞ ശക്തൻ തമ്പുരാൻ അയാളെ തല്ലിക്കൊന്നു. അന്ന് ഭരതൻ ദാ ഇങ്ങനെ അച്ഛന്റെ ചിതാഭസ്മവും കയ്യിലെടുത്ത് ഒരു ഉഗ്രൻ ശപഥം ചെയ്തു. ആ ഇല്ലം കുളം തൊണ്ടുവന്ന്. എന്നിട്ട് ശക്തൻ തമ്പുരാൻ മരിച്ചപ്പോ നല്ലവനായ അനിയൻ തമ്പുരാന് ദയവ് തോന്നി ഭരതനെ ഇല്ലത്തെ കാര്യസ്ഥനാക്കി. പിന്നെ എങ്ങനെയോ ചതിയിൽപ്പെടുത്തി ആ ഇല്ലവും സ്വത്തും ഭരതൻ കൈക്കലാക്കി. തമ്പുരാനെയും കൊച്ചുമോളെയും അടിച്ചു പുറത്താക്കി അയാൾ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആരും അവരെ സഹായിക്കാൻ ശ്രമിച്ചില്ലേ? ഉണ്ടായിരുന്നു. CI സുഗുണൻ. അയാളും സഹായിക്കാൻ ചെന്നിരുന്നു. പക്ഷെ അയാളും ഭരതന്റെ ആളാ. ഇല്ലത്തുനിന്ന് പുറത്താക്കിയപ്പോ അന്ന് അവർക്ക് താമസിക്കാൻ വേണ്ടി സുഗുണൻ ഒരു വാടക വീട് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ വാടക കുടിശ്ശികയുടെ പേരും പറഞ്ഞ് അവരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ആ ചെറ്റ CI. അല്ല, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ ആ ഭരതൻ? അതെന്താ അറിയില്ലേ ഭരതന്റെ ശപഥം? ആ തമ്പുരാട്ടി കുട്ടിയുടെ കണ്ണീരിൽ വിരിഞ്ഞ 1001 പുഷ്പങ്ങൾ മരിച്ചുപോയ അയാളുടെ അച്ഛന്റെ ആത്മാവിന് സമർപ്പിക്കുമെന്ന അയാളുടെ ശബ്ദം. അതെ, തമ്പുരാട്ടിക്കുട്ടിയോടൊപ്പം കിടപ്പറ പങ്കിടാൻ തന്നെ എന്റെ മോഹം. പക്ഷെ ധൃതിയില്ല, കാത്തിരിക്കും. നിന്റെ പൂർണ്ണ സമൂഹത്തിന് വേണ്ടി രാവണനെ പോലെ. ഇവിടെ വെച്ചായാലും മതി. കിളവൻ കാണുന്ന പേടി വേണ്ടല്ലോ. കുരുടനല്ലേ അയാൾ. എടാ പരട്ട കിളവ, ആജ്ഞാപിച്ച് പുറന്തള്ളാൻ പഴയ കാര്യസ്ഥനല്ല ഞാൻ, ഭരതനാ. ഞാറ്റുവെട്ടി ഭരതൻ. കൊന്നുകളയും ഞാൻ. ഒരു പട്ടിയും ചോദിക്കില്ല എന്നോട്. ക്ഷമിക്കണം. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. പേരക്കുട്ടിയുടെ ഈ ചുടുകണ്ണീര് കാണാൻ തന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ പോയി. ഒരെണ്ണം വെച്ചുപിടിപ്പിക്കായിരുന്നു ഞാൻ. പക്ഷേ പ്രായമായ തന്റെ ഈ ശരീരം അത് തള്ളിക്കളയോത്രേ. അങ്ങനെ എന്നെയും തള്ളിക്കളയാനാണ് ഭാവമെങ്കിൽ തീർക്കും ഞാൻ. മോളെ ലക്ഷ്മി, ആത്മഹത്യ മഹാപാപാണെന്നിരിക്കുന്ന ബ്രാഹ്മണനായി പോയില്ലേ? പക്ഷേ വേണ്ടി വന്ന അങ്ങനെ ചിന്തിക്കും നമ്മള്. ഭരതൻ ഇങ്ങനെ ഒരു പ്രതികാരമുള്ളതായി എനിക്കറിയില്ലായിരുന്നു. അപ്പോ കുട്ടിക്കാലത്ത് ഭരതൻ എന്നെ ഉപദ്രവിച്ചിരുന്നത് തമ്പുരാന്റെ വിശ്വാസം നേടിയെടുക്കാനായിരിക്കും, അല്ലേ ഡെനിസേ? അപ്പോ ഒരർത്ഥത്തിൽ തമ്പുരാൻ തെറ്റുകാരനല്ല. അവരുടെ സ്ഥിതിയാണെങ്കിൽ മഹാകഷ്ടവും. കഴിയുമെങ്കിൽ നമുക്ക് അവരൊന്ന് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഒരുതരം ചീപ്പ് സെന്റിമെന്റ്സ്. ഒന്നാലോചിച്ച കുട്ടിക്കാലത്ത് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയിരുന്നത് അവളായിരുന്നല്ലോ, ലക്ഷ്മി. യഥാർത്ഥ വില്ലൻ അവനാണ്, ഭരതൻ. ലക്ഷ്മിയോടൊപ്പം പൊറുക്കണമെന്നാണത്രേ അവന്റെ പൂതി. ആയിന്റെ മോൻ. സുഗുണ, നാളത്തെ ഊഴം നിനക്ക. തമ്പുരാട്ടിക്കുട്ടിയുടെ കണ്ണീര് വീഴ്ത്താൻ ആ ചുടുകണ്ണീരിൽ കുതിർന്ന 1001 പുഷ്പങ്ങൾ ഞാൻ സമർപ്പിക്കും, മരിച്ചുപോയ എന്റെ അച്ഛന്റെ ആത്മാവിന്. എന്നാലേ എന്റെ അച്ഛനോട് ആ കുടുംബം ചെയ്ത ദ്രോഹങ്ങൾക്ക് പരിഹാരമാകൂ.
എന്തൊക്കെയുണ്ട്? എന്തു പറ്റി? ഇന്നിത്തിരി നേരത്തെ ആണല്ലോ. ശാരദ ടീച്ചർ മറ്റെവിടെയോ തയ്പ്പിക്കാൻ കൊണ്ടുപോയ ഡ്രസ്സുകളാ. ഞാൻ അതിങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നു. എന്തിനാ രമേശ അന്യരായ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കരുതുന്ന പ്രശ്നം. സ്വന്തം സഹോദരനെ പോലെ എന്നെ കണ്ട പ്രശ്നം തീർന്നില്ലേ? എന്താടി ഒരു സന്തോഷം? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ സഹായിക്കാൻ വന്നതായിരിക്കും അല്ലേ? സഹായിച്ച് അവസാനം പള്ള വീർപ്പിച്ച് കൊടുക്കല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? കുടിശ്ശിക, വാടക കുടിശ്ശിക ഒരുപാടുണ്ടേ. എന്ന് തന്ന് തീർക്കും നീ? ഇത് ചതിയാണ്. നിങ്ങൾ ഈ വീട് തന്നത് വാടക വേണ്ടെന്നും പറഞ്ഞല്ലേ? ഞാൻ വാടക തന്നപ്പോ നിങ്ങൾ വാങ്ങിയതുമില്ല. എന്നിട്ടിപ്പോ എല്ലാം കൂടി ചോദിച്ചാ ഞാൻ എങ്ങനെ തരും? ഓസിമേ താമസിക്കാൻ നീ എന്റെ വെപ്പാട്ടൊന്നുമല്ലല്ലോ, ആണോ? പിന്നെ വാടക വാങ്ങിക്കാതിരിക്കാം ജീവിതകാലം മുഴുവനും. പക്ഷെ ഭരതനായിട്ടൊന്ന് കഴിയണം ഒരു രാത്രിയെങ്കിലും. കുറച്ചുകൂടി മാനുവേ സംസാരിക്കണം സാർ. നിർത്തടാ, നീ എന്നെ മാന്യത പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അച്ചാൾക്ക് ഒരവധിയും കൂടെ തരും. അതിനുള്ളിൽ കുടിശ്ശിക തന്ന് തീർത്തില്ലെങ്കിൽ ഭരതനായിട്ടല്ല മറ്റ് പലരുമായിട്ട് നീ ഉറങ്ങേണ്ടി വരും. എന്റെ കാശ് മുതലാകാതെ ഞാൻ വിടില്ല ഒന്നിനെയും. പിന്നെ ഈ നാടോ വീടോ വിട്ട് പോകാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അറിയാലോ CI സൂണനെ, നിന്നെ ഒരു പീഡന കേസ് കൊടുക്കാൻ നിമിഷങ്ങൾ മതി സൂണന്. മറക്കണ്ട. രമേശ, നീ എന്തെവിടെ? നിങ്ങളെന്താ ഇവിടെ? ഞാനിവിടെ തന്നെ. നീ എന്തെവിടെ? ഞാനിവിടെ. അല്ലടോ, ലക്ഷ്മി കുട്ടില്ലേ ഇവിടെ? അകത്തുണ്ട്. എന്താ? മോൾക്ക് ഇവരെ മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ മുത്തച്ഛനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചോമാരാ. ക്ഷമിക്കണം, ഞങ്ങളിപ്പോ വളരെ മോശമായിട്ടാ പെരുമാറിയത്. ഞങ്ങളുടെ ഭാഗത്താ തെറ്റ്. അത് തിരുത്താനാ ഇവര് വന്നത്. ഇത് വാങ്ങണം. എന്താ ഇത്? ഒരു ചെറിയ സഹായം കരുതിയാ മതി. വേണ്ട. അല്ല മോളെ, ഇതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് കൂട്ടിയാ മതി. പറഞ്ഞില്ലേ വേണ്ടെന്ന്. ദയവായി നിങ്ങളൊന്ന് പോണം. ഇങ്ങനെ സഹായിക്കാൻ വന്നവരൊക്കെ അവസാനം ശല്യായി മാറിയിരിക്കണു. അതുകൊണ്ടാ എന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞതേ. ദയവായി നിങ്ങളൊക്കെ പോകണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനൊരു വഴിയുണ്ട്. എന്നോടൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? കണ്ടു പരിചയമില്ലാത്ത 3-4 പിള്ളേരെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ആരാ അവരൊക്കെ? അല്ല, അയൽക്കാരല്ലേ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് കരുതിയിട്ടാ. അങ്ങനെ ഇപ്പൊ അറിയണ്ട. കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് പോട്ടതല്ലേ? വാ, കേറി വാ. ഇരുന്നോ? ലക്ഷ്മി കുട്ടി അകത്തില്ലേ? നമസ്കാരം. എന്താ നിങ്ങൾ വീണ്ടും? ചക്രപണി, കാര്യം പറ. അതായത് മോളെ, ഇവര് ഡൽഹിക്കാരാ. അവിടെ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട് അത്രേ, ഈ മറുനാടൻ മലയാളികളുടെ. കലാമണ്ഡലത്തിൽ പോയി അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ ഇവര് വന്നിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ ഒന്നും നല്ല പരിചയമില്ലേ. കുറെ ഡാൻസ് ഡ്രസ്സുകൾ തയ്പ്പിച്ചിട്ട് വേണം ഇവർക്ക് മടങ്ങാൻ. മോഹിനിയാട്ടം, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, അങ്ങനെ 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 കോച്ചിപ്പിടി, അല്ലെ കോച്ചിപ്പിടി അല്ല കുച്ചിപ്പിടി, അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മോള് തന്നെ അതിന് വേണ്ട ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കും. സാവകാശം മതി. 3 മാസം സമയമുണ്ട്. മോളൊന്ന് സമ്മതിക്കണം. അതൊരു വലിയ സഹായമാണ് ഇവർക്കേ. ചെറിയൊരു സഹായം, മറുത്തു പറയരുത്. ഡെന്നീസേ, ആ തുണിക്കെട്ടുകൾ എടുക്കാൻ പറ. അവിടെ ഇറക്കിയേക്ക്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ചെറിയ പ്രോഗ്രാമാണ്. ചക്രവാണി, ഇതാണ് വാങ്ങിച്ചോളൂ.
സഹായമല്ലല്ലോ, കൂലിയല്ലേ. തയ്യക്കൂലി അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കോളൂ കുട്ടി. ഇത് നല്ല കൂട്ടി, വാങ്ങിക്കോളൂ. എന്റെ പേര് ദത്തൻ. ദത്തൻ ഫ്രം ഡൽഹി. അതാടാ ഈ നിഷേധിയായ നന്ദന്റെ ബുദ്ധി. ഇപ്പൊ എങ്ങനെയുണ്ട് ഡെന്നീസേ? എന്റെ സഹായം വാങ്ങില്ലെന്ന് ശടിച്ച് അവളെ ഞാൻ സഹായിച്ചില്ലേ, അതും ഈ പണം കൊണ്ട്. അതാണ് നന്ദന്റെ പണം. അതിന്റെ നിറവും മണവും ഗുണവും ഒക്കെ വേറെയാ. ഇനി എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ കൂടി കണ്ടെത്തണം. അപ്പോഴേ ഇതിന്റെ തനി കോണം പുറത്തു വരൂ. വാ, ചക്രപാണിയോട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ പറയണം. ഇവിടെ നിന്ന് മാറാൻ തോന്നണില്ലല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എവിടെ പോയി കിടക്കായിരുന്നുടാ? പോയത് ലക്ഷ്മിയല്ലേ? അതെ. ആണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ എങ്ങനെ വെറുതെ ചോദിക്കുന്നു? വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സഹദേവൻ കരുണാലയം സന്ദർശിച്ചു. മക്കളാലും കുടുംബാംഗങ്ങളാലും ഒറ്റപ്പെട്ട് കഴിയുന്ന നിരാലംബരായ അന്തേവാസികൾക്ക് കരുണാലയത്തിൽ നിന്ന് ലഭിക്കുന്ന പരിചരണം അമൂല്യമാണെന്ന് മന്ത്രി വിശേഷിപ്പിച്ചു. കൂട്ടുകുടുംബം അണുകുടുംബത്തിന് വഴിമാറിക്കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും പുനർചിന്തനം നടത്തണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഈ സ്ത്രീ, ഇവരാണ് എന്റെ അമ്മ. I want her. എനിക്കവരെ വേണം, എനിക്കവരെ വേണം. പർച്ചേസ് ചെയ്യാൻ, പണം കൊടുത്ത് വാങ്ങാൻ. അനാഥന ടിവിയിൽ ആ സ്ത്രീയെ കണ്ടപ്പോ മരിച്ചുപോയ അവന്റെ അമ്മയെ പോലെ തോന്നിയത്രേ. 3 മാസം, ഒരു ദത്ത് പോലെ. അതുവരെയെങ്കിലും ഞങ്ങൾക്ക് അവരെ വിട്ടുതരാൻ ദയവ് കാണിക്കണം. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാറില്ല. പിന്നെ ഭാനുമതി അമ്മയുടെ കാര്യമായതുകൊണ്ടാ ഒരു ചേഞ്ച് അവർക്കും ഗുണം ചെയ്യും. മാനസികമായി വളരെ അസ്വസ്ഥയാണ് അവര്. അതുകൊണ്ട് മാത്രം ഞാൻ അനുവദിക്കാം. താങ്ക് യു മദർ. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. സിസ്റ്റർ, യെസ് മദർ. ആ ഭാനുമതി അമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരും. എന്താ ഇത്? 5 ലക്ഷം രൂപയുണ്ട്. ഒരു ഗിഫ്റ്റായി കരുതിയാ മതി, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്താ കുട്ടി, വില കൊടുത്ത് വാങ്ങാനുള്ളതാണോ മാതൃസ്നേഹം? അതെ, നന്ദന് വില കൊടുത്ത് വാങ്ങാനുള്ള അങ്ങാടിച്ചരക്ക് തന്നെയാ മാതൃസ്നേഹം. ബോസിന് എനിക്ക് അവരെ വേണ്ട, വില കൊടുത്ത് വാങ്ങണം, പർച്ചേസ് ചെയ്യണം. എന്നാലേ ഞാൻ ജയിക്കൂ. എന്റെ പ്രതികാരവും. പക്ഷെ നന്ദ, അവരെ പണം വാങ്ങുന്നില്ല. ഡെന്നീസേ, പല പേരുകളുണ്ട് പണത്തിന്. ഭാഗ്യം, ആഭിജാത്യം, പടച്ചോൻ. ഇവിടെ ഡൊണേഷൻ എന്നാണ് പേര്. നമ്മൾ ഡൊണേഷൻ എന്ന പേരിൽ അവരെ വാങ്ങും.
ഡൊണേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ പണം വാങ്ങുന്നത്. ദാ റെസിപ്റ്റ്. എന്റെ അമ്മ കരുണാലയത്തിൽ അറിയില്ല, ഒരു പിഴവ് കൂടി സംഭവിച്ചു. അവരിപ്പോ ഏട്ടനോടൊപ്പം കഴിയുന്നുണ്ടാവുന്നായിരുന്നു എന്റെ ഊഹം. പക്ഷെ തെറ്റി. കണ്ടെത്തിയത് ഒരു വൃദ്ധാലയത്തിൽ. ഏട്ടന്റെ ഭാര്യയോട് പോരിനെ എന്നപ്പോ പുറത്താക്കിയതാവും. എന്തോ ആവട്ടെ, ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നു. നീ കണ്ടോ, കുട്ടിക്കാലത്ത് അമ്മയെന്ന് പറയുന്ന ഈ സ്ത്രീ എനിക്ക് നിഷേധിച്ചതെല്ലാം ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു. അതും കൂലി കൊടുത്ത്. അപ്പോഴേ നന്ദൻ ജയിക്കൂ, എന്റെ പണവും. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. പണം കൊടുത്ത് സ്നേഹത്തെ വാങ്ങാൻ. കണ്ടോ നീയെ? വാ. നിർത്ത്. 5001 രൂപയുണ്ട്. എന്തിനാ? കൂലിയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത് നിങ്ങളാണ്. അതിനുള്ള കൂലി. ആരായാലും ശരി, ചെയ്യുന്ന ജോലിക്ക് അപ്പ കൂലി. അതാണ് ദത്തന്റെ സ്റ്റൈൽ. കൂലി നൽകുന്നതോടെ എല്ലാം തീർന്നു. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും വളരുന്നില്ല. വാങ്ങിക്കണം. കൂലി തരാനാണോ എന്നെ കൊണ്ടുവന്നത്? ഇനി ഒരിക്കലും ആ പഴയ തുക്കട കരുണാലയത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. പകരം പോവാം എല്ലാ സൗകര്യങ്ങളുമുള്ള 5 സ്റ്റാർ വൃദ്ധാലയത്തിലേക്ക്. പക്ഷെ അവിടെ സ്നേഹം കാണില്ലല്ലോ. ഏയ്, പറഞ്ഞു പോകരുത് ആ വാക്ക്. സ്നേഹം എന്ന വാക്കില്ല ഈ വീട്ടിൽ. പണം, പണം മാത്രം. മേലിൽ ആ വാക്ക് ഉച്ചരിക്കരുത്, പ്രത്യേകിച്ചും നിങ്ങളുടെ നാവ് കൊണ്ട്. എന്താ ഇത്? ഇത്രയും നാളത്തെ നിങ്ങളുടെ വാടക കുടിശ്ശിക. ഇത്രയും പെട്ടെന്ന് ഈ പണം എവിടെ നിന്ന് ഒപ്പിച്ചു? അത് നിങ്ങൾ അറിയേണ്ടതില്ല. അറിയണമല്ലോ, ബിക്കോസ് ഐ എം എ പോലീസ് ഓഫീസർ. വിചാരം തുടങ്ങിയോ? എന്നാ പിന്നെ നാട്ടിലെ കുബേരന്മാരൊന്നും തുടങ്ങായിരുന്നില്ലേ? വരുത്തന്മാർക്ക് കൊടുക്കണോ? എന്താടാ നടു റോഡിലൊരു അഭ്യാസം? ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. നീ രാവിലെ ഫോണിലൂടെ ഒലത്തിയില്ലേ? അതിന്റെ സന്തോഷത്തിൽ ഒരു വിരുന്നൊരുത്താൻ ഒരു അടിപൊളി നാടൻ സദ്യ. എന്നാ പിന്നെ സദ്യ കൊണ്ട് ഒരു ഏമ്പൊക്കും വിട്ടേ ഞങ്ങൾ ഇനി മടക്കുള്ളൂ. എന്താ? അങ്ങനെയാണെങ്കിൽ സദ്യക്കുള്ള പായസം ഞങ്ങളുടെ വക. ഒരടി പ്രഥമൻ. എന്താ? डेनिस छोड़ो यार, छोड़ दो, വിട്ടേക്ക്, ഇല്ലെങ്കിൽ അവൻ ചത്തുപോകും.
തമ്പുരാനും മോളും എനിക്ക് വേണ്ടപ്പെട്ടവരാ. മേലിൽ നീ അവരെ ശല്യപ്പെടുത്തിയ ഇതുപോലെ ആയിരിക്കില്ല കിരൺ. ഈ ഇരിക്കുന്ന സാധനത്തിനും ചേർത്തെടുത്ത ഈ ഫോട്ടോ അങ്ങ് ഡൽഹിയിലേക്ക് അയച്ച അത് മതി നിന്റെ കട്ടയും പടവും മടങ്ങാൻ. കേട്ടറാ? ഡെന്നിസേ, എന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ കൊണ്ട് ഈ രാത്രിയിൽ ഞാനൊരു പുതിയ ഐറ്റം ചെയ്യിപ്പിക്കാൻ പോവാ. നീ വാ. നല്ല അസലൊരു തല്ല് കഴിഞ്ഞിട്ടാ വരവ്. നല്ല അടിയും കിട്ടി. വേദന മാറാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അതിനൊരു പാട്ടാവാം. നല്ലൊരു താരാട്ട് പാട്ട്. ചുമ്മാ പാടണം. എന്താ വെറുതെ വേണ്ട. ബാങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇവൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിക്കുള്ള കൂലി അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പാടാം. ഇനി പാടാൻ അറിയില്ലെന്നാണോ? അത് കള്ളം. നിങ്ങൾക്കറിയാം. നിങ്ങൾ അസലായിട്ട് താരാട്ട് പാടും. എനിക്കറിയാം. ഇവനിതെങ്ങനെ അറിഞ്ഞോർത്ത് ഞെട്ടിപ്പോയോ? ലേശം പോലുമില്ല. എന്തുകൊണ്ട്? ആർക്കാ അറിയാത്തത്? മക്കളെ താരാട്ടുപാടി ഉറക്കാത്ത അമ്മമാരുണ്ടോ ഭൂമിയിൽ? നിർത്ത്. അമ്പാടി കുറുമ്പന്റെ പൊൻതിടമ്പേ
എന്താ ഞാൻ എങ്ങനെ ഇവരുടെ മടിയിൽ വന്നു? പറയടാ. അത് ഞാൻ പറയടാ. പറയാൻ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എടാ ദത്താ, തോക്ക് താഴെ, തോക്ക് താഴെ. നീയൊന്നും ജീവിച്ചിരിക്കണ്ട. വേണ്ട, അല്ലെങ്കിൽ നിന്നെയല്ല ശിക്ഷിക്കേണ്ടത്, ഇവരെയാണ്. എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഇവരാണ് എന്നെ മടി കിടത്തിയത്. നിങ്ങൾ എന്തിനാ നല്ല അവനെ പിടിച്ച് മടിയിൽ കരുതിയത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അവൻ സ്വയം ചെയ്തതാവും. ആര്? അവനാ? അവനങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് അറിയാഞ്ഞേട്ടാ. കരിങ്കല്ല അവന്റെ ഹൃദയം. ഒരു ഹൃദയവുമില്ല അലിയാത്തതായി. അമ്മയുടെ താരാട്ടിന് മുമ്പിൽ അലിഞ്ഞിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും. അമ്മ ഭയന്നു പോയോ? എന്തിന്? അല്ല, അവൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഏതോ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലല്ലേ അവനും പിറന്നത്. മനുഷ്യനായി പിറന്ന ഒരു മകനും ഒരമ്മയെയും ദ്രോഹിക്കാനാവില്ല. ഒരു വിവരം പറയാൻ വന്നതാ. ആരാ ആരാ അവിടെ? ഞാനാ, ദത്തൻ. അതെയോ? ഇങ്ങോട്ട് കേറി വരിക. നമ്മുടെ CI സുഗുണന്റെ കുടിശ്ശിക ഞാനങ്ങ് തീർത്തുട്ടോ. ഇനി അയാളുടെ ശല്യം ഉണ്ടാവില്ല. ബുദ്ധിമുട്ടായോ? അത് ലേശമൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നു. എങ്കിലും സംഗതി ക്ലീൻ. ഇനിയിപ്പോ മാസാമാസം വാടക കൊടുത്താൽ മതി. അഥവാ കൊടുത്തില്ലെങ്കിലും കുടിശ്ശികയാവുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ തീർത്തോളാം ഒരുമിച്ച്. എന്റെ കുട്ടി മുമ്പൊരിക്കലും എന്തൊക്കെയോ പറഞ്ഞിരിക്കണോ? ഒന്നും മനസ്സിൽ വെക്കണ്ടാട്ടോ. ഒക്കെ അങ്ങനെ കളഞ്ഞേക്ക. ഒരന്തവും ഒന്നും ഇല്ലാത്തവളാണേ. എന്താ തമ്പുരാനേത്? അതൊക്കെ അന്നേ മറന്നില്ലേ? എന്നാ ഞാൻ പിന്നെ തുണികൾക്കൊന്നും എണ്ണം വയ്ക്കാൻ നിൽക്കണ്ട. ഇഷ്ടം പോലെ അങ്ങ് തയ്ച്ചോളൂ. ഏതിനായാലും ആവശ്യക്കാർ കാണുമേ ഡൽഹിയിലെ. എന്നാ പിന്നെ ചക്രമണി. ഹലോ, എക്സ്ക്യൂസ് മീ. നിങ്ങൾ തമ്മിൽ ലവ് ആണല്ലേ? ഐ മീൻ സ്നേഹം. അയ്യോ, വേദനിച്ചോ? അയ്യോ, ഇപ്പോഴോ? മരവിച്ചു. മേലില്ല വാക്കിനോട് മിണ്ടിപ്പോരുത്. സ്നേഹം മനസ്സിലായോ?
ഈ സ്നേഹം എന്ന വാക്ക് ഇത്രയും വലിയ തെറിയായിരുന്നോ ഹിന്ദിയിൽ? ആ കിട്ടേണ്ട കിട്ടിയാ തോന്നുന്നു. ഡെനീസ്, ദാ. അല്ല, ഈ വിഴുപ്പലൊക്കെ നമ്മൾ കൊടുക്കുന്ന കൂലി എത്ര ഡെനീസേ? 10,000. എന്റെ അമ്മോ, അപ്പോ ഈ തുകയോടുകൂടി ഭാനുമതി അമ്മയുടെ ബാങ്ക് ഡെപ്പോസിറ്റ് 1,00,000 രൂപയാകുന്നു. ഓം കാളി. മനസ്സിലായില്ലേ? ഇത് ഞാനാ ലക്ഷ്മി, അനിയൻ തമ്പുരാന്റെ. ലക്ഷ്മി മോളെ, ലക്ഷ്മി, ദുഷ്ടനാവൻ ഭരതൻ, എല്ലാം ഞാൻ അറിഞ്ഞു. പാവം തമ്പുരാൻ ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷെ വയ്യ. പഴയ പ്രതാപിയായ തമ്പുരാന്റെ ചിത്രമാണ് മനസ്സിൽ, അത് തിരുത്താൻ വയ്യ. നന്ദനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല, ഒരു വിവരവുമില്ല. ജീവിച്ചിരിപ്പുണ്ടാവും എവിടെയെങ്കിലും. അങ്ങനെ ആയിരിക്കണമേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാറുണ്ട് നിത്യവും. എന്നെങ്കിലും അവൻ എന്നെ തേടി വരും, എനിക്കുറപ്പുണ്ട്. അതിനു വേണ്ടിയാ ആർക്കും വേണ്ടാത്ത ഈ ജന്മം ഞാൻ തീർന്നത്. എന്താ ടയറിവിടെ ബാക്കിലുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്യും. നീ ആരാണെന്ന്? ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന ഈ കലാമണ്ഡലം പഠിക്കാനേ. അത് നിന്റെ മൂടുപടം. യഥാർത്ഥ നീ ആരാണെന്നാ ചോദിച്ചത്. മനസ്സിലായില്ല. നീ ഇല്ലത്തെ പഴയ ബാല്യക്കാരിയെ ദത്തെടുത്ത കഥയൊക്കെ ഞാനും കേട്ടു. ഇപ്പൊ പഴയ ബാല്യക്കാരിയും കൊച്ചുതമ്പുരാട്ടിയും നിന്റെ വീട്. എന്താ ഇതിന്റെ അർത്ഥം? ദത്തെടുത്തു എന്ന് പറയുന്നത് നേരാണ്. ആ സ്ത്രീയോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. പക്ഷേ അതിനുശേഷമാണ് ഞങ്ങൾ ഈ കഥകളൊക്കെ അറിയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. സത്യം ഞാൻ അറിഞ്ഞോളാം. തൽക്കാലം ഞാൻ നീ പറയുന്നത് വിശ്വസിക്കാം. പക്ഷെ ഞാനൊരു മറ്റവനാ. സത്യം മറിച്ചാണെങ്കിൽ നീ കാണുന്നത് ഈ ഭരതനെ ആവില്ല, ഞാറ്റുവെട്ടി ഭരതനെ ആവും. അവൻ മഹാപിഴയാ. ഇല്ല, നിനക്കറിയാം. ഡൽഹിക്കാരെന്നും പറഞ്ഞ് താമസിക്കാമെന്ന ആ പിള്ളേരെ കുറിച്ച് നിനക്കെല്ലാം അറിയാം. പറ, അവരാരാ? എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞൂലോ, എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല. പിന്നെ എന്തിനാ എന്നെ ദ്രോഹിക്കണേ? നീ പറയും, തത്ത പറയും പോലെ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എനിക്ക് 2 ദിവസത്തെ ഒഴിവ് വേണം. എന്തിന്? ഒരു യാത്രയുണ്ട് തിരുനാവായിലേക്ക്. ചില ബലികർമ്മങ്ങളൊക്കെ ചെയ്യണം. നാളെ പുറപ്പെടുന്നു.
ഇതൊരു സുവർണ അവസരമാണ്. എനിക്കെല്ലാം അറിയാനുള്ള ഒരു അവസരം. എന്റെ ഏട്ടനെ പറ്റി, ഏട്ടൻ അവരെ ഉപേക്ഷിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ട എന്റെ വീടിനെ കുറിച്ച്, 13 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. ഞാൻ തന്നെയാണ് അവരെ തിരുനാവായിലേക്ക് കൊണ്ടുപോകുന്നത്. തനിച്ച്, മറ്റാരും വരണ്ട. എല്ലാം അറിയണം എനിക്ക്. നീ നോക്കിക്കോ ഡെനീസ്, ഈ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴേക്കും ഞാൻ സർവ്വതും അറിയും, അമ്മയുടെ നാവിൽ നിന്ന് തന്നെ. എന്നിട്ട് വേണം എനിക്ക് അവർക്കെതിരെ ചില പുതിയ കളികൾ നീക്കാൻ. ഓം കാളി. എന്തിനാ ഇയാളിങ്ങനെ ഏത് നേരം എന്റെ പിന്നാലെ നടക്കണേ? ചെയ്യേണ്ടത് അങ്ങോട്ട് ചെയ്യുക, വരണവരെ സമാധാനിപ്പിച്ച് വിടുക. അങ്ങനെയൊക്കെ ആണെങ്കിലേ ഇന്നത്തെ കാലത്ത് അങ്ങോട്ട് ജീവിച്ചു പോകാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? നമസ്കാരം. ആരിത്? ഭാനുമതിയോ? ഇത്തവണയും മുടക്കില്ല അല്ലേ? നന്നായി. അങ്ങനെ ഒഴിവാക്കാൻ കഴിയൂ തിരുമേനി? അല്ല, തിരിച്ചു വന്നുല്ലേ? അപ്പൊ ഈശ്വരൻ കൈവിട്ടില്ല. ഇളയ മകനല്ലേ ഇത്? ചെറുപ്പത്തിലെ നാട് വിട്ടുപോയ പിന്നെ ഇല്ല, വരും. ഭാനുമതിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാണ്ടിരിക്കില്ല. വരും, വന്നേ തീരൂ. വരൂ ഈശ്വര. മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം ആരുടേതായിരുന്നു? ഭർത്താവിന്റെ? അല്ല, പിന്നെ മകന്റെ, മൂത്ത മകന്റെ. എന്തുപറ്റി? എന്തുപറ്റി? ഇല്ല, ഒന്നുമില്ല. എന്നായിരുന്നു? മരിച്ചിട്ട് കാലം കുറേയായി. 13 വർഷങ്ങൾക്ക് മുമ്പ്. വർഷം 13 വർഷം മുമ്പ് ഏട്ടൻ പോയല്ലേ? എന്തായിരുന്നു ഏട്ടന്? ഈശ്വര. ഇതെന്താ രണ്ടാമതൊരു ബലികർമ്മം? ഇത് ബലികർമ്മമല്ല, പ്രായശ്ചിത്ത കർമ്മമാണ്. എന്താ? ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാര കർമ്മം. വിധിപ്രകാരം കർമ്മം ചെയ്താൽ നാളെ ഇതുവരെ ചെയ്തു പോയ സകല പാപങ്ങളും തീരുമെന്നാ വിശ്വാസം. എന്ന് ഞാൻ വരട്ടെ. ഒന്ന് നിൽക്കൂ. മുടങ്ങാതെ വർഷങ്ങളായി ചെയ്യുന്ന പ്രായശ്ചിത്ത കർമ്മം. ആരോട് ചെയ്ത പാപങ്ങൾക്കാണ് ഈ കർമ്മങ്ങളൊക്കെ? പറയണം. എന്റെ മകനോട്, നന്ദനോട്. മൂത്ത മകന്റെ ആയുസിനു വേണ്ടി അവന്റെ ആയുസിനോടുള്ള അത്യാർത്ഥ്യം മൂലം 2 മക്കളെ നഷ്ടപ്പെടുത്തിയ പാപിയായ ഒരു അമ്മയാണ് ഞാൻ. മനസ്സിലായില്ല.
ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ, കാർമികനൊഴികെ. പക്ഷെ കുട്ടിയെ കാണുമ്പോ ഞാൻ നഷ്ടപ്പെടുത്തിയ എന്റെ നന്ദനെ ഓർമ്മ വരുന്നു. ഇതേ പ്രായമായിരുന്നു അവനും. നഷ്ടപ്പെട്ട ആ മകന്റെ സ്ഥാനത്ത് ഞാൻ മോനെ കണ്ടോട്ടെ. രണ്ടു മക്കളായിരുന്നു എനിക്ക്. ജനിച്ചപ്പോഴേ ഹൃദയത്തിന് ദീനം വന്നവനായിരുന്നു മൂത്ത മകൻ. ഒരു നീർക്കുമുള പോലെ എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന ഒരു ജന്മം. അവന്റെ ആയുസ് അവനോടുള്ള പരിചരണം പോലെ നീട്ടിക്കിട്ടുമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഒരു ചെറിയ ദുഃഖം പോലും അവന് താങ്ങാനാവില്ലത്രേ. നോക്കുകൊണ്ട് പോലും അവനെ നോവിക്കരുത്. അവനോട് പ്രത്യേക സ്നേഹവും ലാളനയുണ്ടെന്ന് അവന് ബോധ്യം വരികയും വേണം. അതായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. മക്കളെയെല്ലാം ഒരുപോലെ കാണാനേ ഒരു അമ്മയ്ക്ക് കഴിയും, ദാറ്റ് ഐ നോ. പക്ഷേ നമ്മൾ അല്പം മാറി ചിന്തിച്ചേ തീരൂ. രോഗിയായ മകന്റെ ആയുസിന് വേണ്ടി നിങ്ങൾക്ക് അവനോട് സ്നേഹക്കൂടുതലുണ്ടെന്ന് പറഞ്ഞ പോരാ, അതവനെ ബോധ്യം വരുത്തണം. അതിനൊരല്പം സ്നേഹക്കുറവ് ഇളയ മകനോട് നടിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഭാനുമതിക്ക്? ഇരുളുള്ളപ്പോൾ നമ്മൾ വെളിച്ചത്തെ എളുപ്പം തിരിച്ചറിയുന്നു. അതുപോലെ ഒരല്പം സ്നേഹക്കുറവ് വരുത്തി സ്നേഹക്കൂടുതലിനെ എളുപ്പം തിരിച്ചറിയിപ്പിക്കുന്നു. ഒരു സൈക്കോ ഇൻബാലൻസിങ്, ഒരല്പം, അത്രേ വേണ്ടൂ. രോഗിയായ മകനോട് ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കുക. അവൻ എന്താവശ്യപ്പെട്ടാലും സാധിച്ചു കൊടുക്കുക. അങ്ങനെ ജീവിതകാലം മുഴുവൻ അങ്ങനെ വേണമെന്നല്ല. അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയെങ്കിലും. അവരിപ്പോ കുട്ടികളല്ലേ. രോഗവിവരം ആരറിഞ്ഞാലും അത് അപകടമാണ്. താനൊരു രോഗിയാണെന്നറിയുന്ന ആ ഒരു നിമിഷത്തെ ഷോക്ക് മതി മകന്റെ ജീവൻ നഷ്ടപ്പെടാൻ. ഞാൻ മനസ്സില്ലാ മനസ്സോടെ നന്ദുവിനോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. മനഃപൂർവ്വം അവനെ ശാസിച്ചു, ശിക്ഷിച്ചു. എന്നിട്ട് ആരോരും അറിയാതെ ഇരുളിന്റെ മറവിൽ എല്ലാം സ്വയം കരഞ്ഞു തീർത്തു. എല്ലാം എന്റെ പൊട്ടത്തരം, സ്വാർത്ഥത. ഇല്ലത്തെ കാര്യസ്ഥൻ ഭരതനുമായി ഞാൻ വേളിക്കൊരുങ്ങുകയാണെന്ന് ഒരു ശ്രുതിയുണ്ടായി. എനിക്ക് അയാളെ വെറുപ്പായിരുന്നു. ഒരു ദിവസം നന്ദൻ എന്നെ ചോദ്യം ചെയ്തപ്പോൾ അയാളോടുള്ള ദേഷ്യം മുഴുവനും ഞാൻ അവനോട് തീർത്തു. മനനന്ദാവൻ എന്നെ വിട്ടുപോയി, നാട് വിട്ടുപോയി, എങ്ങോട്ടേക്കും. അവന്റെ വേർപാട് താങ്ങാനാവാതെ ആ ഒരു ആഘാതത്തിൽ രോഗിയായ മൂത്ത മകനും പോയി. അന്നേ ദിവസം തന്നെ ഈ ലോകം തന്നെ വെടിഞ്ഞ് ഇളയ മകനെ ദ്രോഹിച്ചതിന് ദൈവം തന്ന ശിക്ഷ. രണ്ടു മക്കളെ വേർപ്പെടുത്തി ജീവച്ഛവമായി ഞാൻ മാത്രം ബാക്കിയായി. നീ കാരണമാണ് ഞാൻ മരിച്ചത്. നീ നാട് വിട്ടുപോയതിലുള്ള ദുഃഖം താങ്ങാൻ വയ്യാതെ ഹൃദയം മുട്ടിയാണ് ഞാൻ മരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ജീവിക്കുമായിരുന്നു. ഈ ലോകത്തിലെ വർണ്ണങ്ങളും മാധുര്യങ്ങളും നീ എനിക്ക് നിശ്ചയിച്ചു. നീയാണ് എന്നെ കൊന്നത്. നീ 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 ഞാനൊരു നിഷേധിയല്ലേ? നിഷേധി അല്ല, ഒരിക്കലുമല്ല. താനല്ല ഇതൊന്നും ചെയ്തത്, തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. കുട്ടിക്കാലത്തെ ചാപല്യം നിറഞ്ഞ തന്റെ മനസ്സ്. സാഹചര്യം കൊണ്ട് ആ പാവം അമ്മയ്ക്ക് അന്ന് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു. നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ. തന്റെ കുട്ടി മനസ്സ് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. ഏട്ടനോട് മാത്രമാണ് അമ്മയ്ക്ക് സ്നേഹമെന്ന് താൻ കരുതി. അമ്മയെ വെറുത്തു, നാട് വിട്ടു. ഇപ്പൊ തിരിച്ചും വന്നു. എല്ലാം വിധിയാണ്. ഇപ്പോൾ താങ്കൾക്ക് തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും. എങ്ങനെ?
എന്താ കുട്ടി ഇതൊക്കെ? ഇതെന്തു പറ്റി? പ്രായശ്ചിത്ത കർമ്മം ചെയ്യേ. ഇത്ര ചെറുപ്പത്തിലെ ഇതൊക്കെ ചെയ്യാനുള്ള പാപങ്ങളൊന്നും കുട്ടി ചെയ്തു കാണില്ലല്ലോ. ഓവ്, ഒരു ജന്മം കൊണ്ട് ചെയ്യാവുന്നതിലേറെ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ? അമ്മയുടെ സ്നേഹം തിരിച്ചറിയാനാവാതെ അവരെ വെറുത്ത് ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി. അതുവഴി ഹൃദ്രോഗിയായ എന്റെ ഏട്ടന് മരണം സമ്മാനിച്ചു. പാപക്കറ പുരണ്ട കൈകൾ കൊണ്ട് സ്വന്തം അമ്മയെ ദ്രോഹിച്ചു. ഇത്രയൊക്കെ പോരെ പാപങ്ങൾ? ആരാ നീ? നന്ദനല്ലേ നീ? അമ്മേ, നന്ദനല്ലേ നീ? എല്ലാറ്റിനും മാപ്പ്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? ഞാനല്ലേ നിന്നെ ദ്രോഹിച്ചത്? അല്ല, രണ്ടുപേരും കുറ്റക്കാരല്ല. പരസ്പരം മാപ്പ് ചോദിക്കേണ്ട കാര്യവുമില്ല. രണ്ടുപേരും ചെയ്തത് അന്നത്തെ ശരികളായിരുന്നു. അതിനെ ഒരു വലിയ തെറ്റാക്കി മാറ്റിയത് വിധിയാ, കാലവാ. ഇനി അങ്ങോട്ട് മാപ്പ് ചോദിക്കാനുള്ളതല്ല, സ്നേഹിക്കാനുള്ള നാളുകളാ. എന്താ, തന്റെ ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് മുൻപിൽ താൻ ഒരു പൊടിക്കുഞ്ഞ, ഇത്തിരി പോന്ന പൊടിക്കുഞ്ഞ്. ഭാനുമതി, ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഇയാളെ തിരിച്ചു കിട്ടിയ ഒരു ചുറ്റുവിളക്ക്, അത് മറക്കണ്ട. മോനെ, എന്താടാ മച്ചു പായം വിളിച്ചു നോക്കിയിരിക്കുന്നത്? ഇത് ഞാൻ തന്നെയാടാ. ഇതെന്റെ അമ്മയും. എന്താ വിശ്വാസം വരുന്നില്ലേ? പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ആ പഴയ നന്ദൻ ഗൗഡയല്ല, അതിലും പഴയ നന്ദൻ, ഒരു താനായ നന്ദൻ. ആ അമ്മ ചെല്ല്, യാത്രയെ കഴിഞ്ഞ് വന്നല്ലേ. വിശ്വാസം വരുന്നില്ലല്ലേ? സത്യത്തിൽ എനിക്കും അതെ. പക്ഷേ ജീവിതം തന്നെ മാറി മറിയാൻ ഒരു നിമിഷം മതി. ഇനി അങ്ങോട്ട് നമുക്ക് നന്നാവാം. എന്തായാലും ഇനി ഒരു മടക്കം വേണ്ട. എന്നാ പിന്നെ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കൂടാം. വല്ല ബിസിനസ്സും ചെയ്യാം, അല്ലെങ്കിൽ കൊട്ടേഷൻ പണിക്ക് പോകാം. കൊച്ചിയിലും തൃശ്ശൂരിലൊക്കെ നല്ല ഡിമാൻഡാ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ലടാ, നമ്മളെ പഴയ നന്ദൻ തന്നെയാണോ ഇതെന്ന്. അണ്ടർ വേൾഡ് സ്പൈ, ഗോലിഖേല്, മാങ്ങാത്തൊലി, അവന്റെ ഒടുക്കത്തെ പിണ്ടം വെക്കാൻ. എന്തായാലും നന്നായി നന്ദ, എല്ലാം നന്നായി. നമ്മളെയൊക്കെ ഇപ്പോഴും ജീവനോടെ നിലനിർത്തിയത് ഈ ഒരു അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. അതെ, ഈ ഒരമ്മ, എന്റെ അമ്മ, ഇനി മുതൽ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കെല്ലാവർക്കും ഒരു കുടുംബമായിട്ടും കഴിയാം. ഇല്ല, ഞാനുണ്ടാവില്ല. എന്ത് ഡെന്നിസേ? അതെ, ഡെന്നീസ് തന്നെ. എടാ കോപ്പേ, ഇതാണോടാ കുടുംബം? പോയി നിന്റെ അച്ഛയെ വിളിച്ചോണ്ട് വാടാ. നിനക്കവിടെന്നുള്ളത് സെന്റിമെന്റ്സും ചീപ്പ് വാങ്ങാത്തൊലിയൊന്നുമല്ല, നല്ല അസല് പ്രേമ. അത് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. പോയി വിളിക്കടാ അവളെ. അളിയോ ചെല്ലളിയാ. അമ്മേ, എന്താ? ഞാനൊരു കാര്യം ചെയ്താ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നും. ദേഷ്യോ? അമ്മയ്ക്കോ? മക്കൾ എന്ത് ചെയ്താലും, എത്ര വലിയ തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. എന്റെ മോന് നല്ലത് മാത്രമേ ചെയ്യാനാവൂ. പറ, എന്റെ മോൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവാ. നേരം ഇതിനാണോ ദേഷ്യപ്പെടുന്നത്? ഒരമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ അത്? പറ, ആരാ സുന്ദരിക്കുട്ടി? മറ്റാരുമല്ല, അനിയൻ തമ്പുരാന്റെ കൊച്ചുമോള് ലക്ഷ്മിയോ?
പുണ്യം കിട്ടും, 1 കോടി പുണ്യം കിട്ടും. സാക്ഷാൽ മഹാലക്ഷ്മി അവള്. ചെല്ലെ, എന്റെ മോനിപ്പൊ തന്നെ ചെല്ലെ, അവളെ ആ നരകത്തിന്ന് രക്ഷിക്കേ. നിറവിളക്കുമായി അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ഇവിടെ. ചെല്ലെ. മോനെ, ചെല്ലെ. വേണ്ട, നിങ്ങളൊക്കെ നല്ല ആളുകളാണ്. ശാപം പേറിയ ജന്മ എന്റേത്. എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ ജന്മം കൂടി പാഴാക്കണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എന്നെ മറന്നേക്കൂ. എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടുന്നെത്തിന്. പക്ഷേ അവരൊന്നും ലക്ഷ്മിയാവില്ലല്ലോ. ഒന്നും കേൾക്കണ്ട എനിക്ക്. എനിക്കതിനുള്ള അവകാശം ഉണ്ടെങ്കിലോ? ഓർമ്മയില്ലേ ഒരു പൈങ്കിളിയെ, നിന്റെ ആ പഴയ കളിക്കൂട്ടുകാരനെ, ഭാനുമതി അമ്മയുടെ നാട് വിട്ടുപോയ ആ നിഷേധി പയ്യനെ, നന്ദനെ. നന്ദനാണ് ഞാൻ. നന്ദൻ? അതെ, നന്ദൻ. എല്ലാം പിഴച്ചുപോയ നന്ദൻ. സ്വയം തിരുത്തുക ഞാൻ. വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയാണ്. അതിന് നീയും കൂടിയേ തീരും. വേണ്ട നന്ദു, ഞാൻ ഒന്നും പറയരുത്. എനിക്ക് ആ പഴയ നന്ദു ആവണം. ആ പഴയ ലക്ഷ്മിയിലൂടെ മാത്രമേ എനിക്കതിന് കഴിയൂ. നിന്റെ ആ പഴയ നന്ദനല്ലേ ഞാൻ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആരാത്? ഞാനാ. ആര്? ദത്തനോ? അല്ല, നന്ദൻ. നന്ദനോ? അതെ, നന്ദൻ. ഇല്ലത്തെ പഴയ ബാല്യക്കാരി ഭാനുമതി അമ്മയുടെ മകൻ. ചാബല്യം നിറഞ്ഞ കുരുന്നു മനസ്സിൽ അമ്മയെ ക്രൂരയാക്കി വരച്ച് നാട് വിട്ടുപോയ ഇളയ മകൻ. ഇന്നെല്ലാം മനസ്സിലാക്കി മടങ്ങിയെത്തിയിരിക്കുന്നു, പുതിയൊരു നന്ദനായി. ലക്ഷ്മിയുണ്ട് എന്നോടൊപ്പം. ഞാൻ വന്നിരിക്കുന്നത് ലക്ഷ്മിയെ ചോദിക്കാനാ. നന്ദ, ആ പഴയ വേലക്കാരിയുടെ മകന് ലക്ഷ്മിയെ തരാൻ മടിയുണ്ടോ തമ്പുരാന്? പക്ഷേ എന്റെ കയ്യിൽ സ്വർണവും പണമൊന്നുമില്ല കുട്ടിയെ തരാനായിട്ട്. പത്തര മാറ്റുള്ളൊരു മനസ്സുണ്ട് എന്റെ കുട്ടിക്ക്. ഒരാളെ കൂടി കാണണം എനിക്ക്, ഭരതനെ. പിന്നെ എല്ലാം ശുഭം. ഭരതൻ, എന്താ? നേരിക്കണ്ട ഒരു കാര്യം പറയാൻ വന്നതാ. നിങ്ങളുടെ പ്രതികാര കഥകളെല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷേ നിങ്ങളുടെ പ്രതികാരത്തിൽ ലേശം പോലും ന്യായമില്ല. ശക്തൻ തമ്പുരാനാണ് നിങ്ങളെ ദ്രോഹിച്ചത്. അദ്ദേഹം മരിച്ചുപോയി. അയാളോടുള്ള പ്രതികാരം പാവങ്ങളായ അനിയൻ തമ്പുരാനോടും മോളോടും തീർക്കരുത്. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. നീ ആരാടാ പുള്ളി ഇതൊക്കെ പറയാൻ? മുമ്പൊരിക്കലെപ്പോഴോ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ആരാണെന്ന്. താൻ അതറിയാനുള്ള സമയമായി. ഞാൻ തെക്കേപ്പാട്ടെ നാട് വിട്ടുപോയ ഇളയ സന്തതി നന്ദൻ, ഭാനുമതിയുടെ മകൻ. പിന്നെ ലക്ഷ്മി, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. മേലിൽ നീ അവളെ ശല്യപ്പെടുത്തരുത്. അത് പറയാനാ ഞാൻ വന്നത്. ചെറുക്ക, നിനക്ക് എന്തറിയാടാ ഭരതനെ കുറിച്ച്? ഭരതൻ ആ നാം ഉച്ചരിക്കാൻ പോലും നീ വളർന്നിട്ടില്ല. തീയിൽ കുരുത്തവനാണ് ഞാൻ, ചോരയുടെ നിറമുള്ള തീയിൽ. വെയിലത്ത് പോലും പാടില്ല. പിന്നെയാണോ ഈ നിലാവത്ത്? ഭരതൻ ആരാണെന്ന് നീ ഒന്ന് അറിഞ്ഞിട്ട് പോ. തൊമ്മി, വേണ്ട ഭരത, വേണ്ട. തോക്കുകൊണ്ടുള്ള കളി മലയാളത്തന്മാർക്ക് അറിയില്ല. ഞാനും ഒരു മറ്റവനാ. ഇനി നീ കാണാൻ പോകുന്നത് നന്ദനെ ആയിരിക്കില്ല, നന്ദൻ ഗൗഡയായിരിക്കും. അതൊരുമാതിരി ഞാറ്റുവെട്ടി ഭരതനായിരിക്കില്ല. അതുകൊണ്ട്
വിട്ടേക്ക്. പോയിട്ട് വരട്ടെ. ശരി കിരൺ. കിരൺ ബൈ 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 കിരൺ. പുണ്യാഹം തളിച്ചു വിശുദ്ധനായി നമസ്കരിച്ചടിയുന്നേ ഈശ്വരീ ജഗദീശ്വരി എൻ്റെ പാപങ്ങളെല്ലാം നീ പൊറുക്കേണം ശാപങ്ങളെല്ലാം നീ അകറ്റേണം എന്നെ നീ കാക്കണമേ എന്നെ നീ കാക്കണമേ ഈശ്വരി ജഗദീശ്വരി ജന്മകർമ്മങ്ങൾ പൊള്ളിക്കനലിൽ നടന്നോരെന്നെ നിന്മടിത്തട്ടിൽ ചായിച്ചുറക്കിയിടുമോ അമ്മേ 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 ജന്മകർമ്മങ്ങൾ പൊള്ളിക്കനലിൽ നടന്നോരെന്നെ നിന്മടിത്തട്ടിൽ ചായിച്ചുറക്കിയിടുമോ അമ്മേ 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 ഇനിയൊരു ശാലീന ബാല്യം വരമേകുമോ ഇനിയൊരു ശാലീന ബാല്യം വരമേകുമോ നനുത്ത താരാട്ടനിരാവിൽ ഉണരുമോ അമ്മേ അമ്മേ ഡെന്നീസേ, കിരൺ എവിടെ? കിരൺ എടാ, കിരൺ 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 എടാ, കിരൺ ചോ കിരണേ ചോ കിരൺ 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 ചോ കിരൺ കിരൺ എടാ ഡെന്നീസേ, കിരൺ എവിടാ? എടാ, കിരൺ 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 ചോ ചോ അമ്മ എന്താടാ എന്താ ഉണ്ടായത്? ആരാ? അവൻ ഭരതൻ. മാപ്പ്, ഒരുത്തനെ പോലും വീഴ്ത്താൻ എനിക്കായില്ല. മാപ്പ്. കിരൺ
മോനെ, എന്റെ അമ്മയാ പറയുന്നത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്നെ സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. നീ പോകരുത്, പോകരുത് മോനെ. വേണ്ട മോനെ. എണീരടാ. ചതിയനായി ഞാൻ വീണത് തന്റെ കയ്യാൽ. അപ്പൊ ജയിച്ചത് താൻ തന്നെ. ഭരതൻ മരിക്കുക ഒരാൺകുട്ടിയെ കണ്ടിട്ട്. അസലൊരാൺകുട്ടി.